ഹായ് ഓൾ വെൽക്കം ടു ഇലക്ട്രിക്കൽ എജ്യൂസോൺ. അപ്പോൾ കെ എസ് ഇ ബിയുടെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം 300 സംതിങ് ഒഴിവുകളാണ് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ച രീതിയിലൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും എന്താ റിവൈസ് ചെയ്തിട്ടുണ്ട് പി എസ് സി. അപ്പോൾ അതിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറിന് 100 ഒഴിവ് തന്നെയാണുള്ളത്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണുള്ളത്. പക്ഷെ സബ് എഞ്ചിനീയറിൽ 50 ഒഴിവുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു, അത് ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ തസ്തികയിൽ 30% പി എസ് സി കോട്ടയിൽ 217 ഒഴിവുകൾ എന്ത് ചെയ്യാം പി എസ് സിയോട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം കെ എസ് ഇ ബി തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്. അത് ഇപ്പം കെ എസ് ഇ ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നതാണ്. സോറി, ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ വന്നതാണ്. അത് കൂടാണ്ട് മിനിസ്റ്ററുടെ പേജിലും എന്ത് ചെയ്യാം ഈ ഒരു കാര്യം ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കെ കൃഷ്ണൻകുട്ടി കെ എസ് സി ബിയുടെ അറിയിപ്പ്. കെ എസ് സി ബി 745 ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യും. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ തസ്തികയിൽ 40% പി എസ് സി കോട്ടയിൽ 100 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യുക. സർവീസിലുള്ളവരിൽ നിന്നുള്ള 10% കോട്ടയിലാകെ 83 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ തസ്തികയിൽ 30% പി എസ് സി കോട്ടയിൽ 217 ജൂനിയർ അസിസ്റ്റന്റ് കാഷ്യർ തസ്തികയിൽ 80% പി എസ് സി കോട്ടയിൽ 208 ഒഴിവുകൾ ഘട്ടം ഘട്ടമായി റിപ്പോർട്ട് ചെയ്യും. ഇവ കൂടാതെ സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ തസ്തിക സർവീസിലുള്ളവരിൽ നിന്നുള്ള 10% കോട്ടയിൽ ആകെയുള്ള ഒഴിവുകളായ 131 ഡിവിഷണൽ അക്കൗണ്ട് ഓഫീസർ തസ്തികയിൽ 33% പി എസ് സി കോട്ടയിൽ 6 ഒഴിവുകളുമാണ് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്തേക്കുന്നത് ഇവിടെ പറഞ്ഞത്. പക്ഷെ ഇവിടെ ഘട്ടം ഘട്ടമായിട്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ കമന്റിലും എന്ത് ചെയ്യാം പല രീതിയിലും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒത്തിരി കാര്യങ്ങളാണ് പറയാനുള്ളത്. അതേപോലെ നിയമനം ലഭിക്കുന്നവർക്ക് കാര്യക്ഷമവും സമയബന്ധിതമായ പരിശീലനം ലഭ്യമാക്കുന്നതിനുള്ള പരിശീലന കേന്ദ്രങ്ങളിലെ സൗകര്യം ഉറപ്പാക്കുന്നതിനും ഒന്നിച്ച് കൂടുതൽ പേർ വിരമിക്കുന്ന സാഹചര്യത്തിൽ സാമ്പത്തികമായും ഭരണപരമായും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനുമായാണ് ചില വിഭാഗങ്ങളിൽ ഘട്ടം ഘട്ടമായി നിയമനം നൽകുവാൻ തീരുമാനിച്ചിട്ടുള്ളതെന്നും കെ എസ് ഇ ബി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെ കാര്യാലയം അറിയിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.